ശക്തി ആരാധനയും താന്ത്രിക പാരമ്പര്യവും ഒത്തുചേർന്ന ജാർഖണ്ഡിലെ മാ ചിന്നമസ്ത ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. ജാർഖണ്ഡിലെ രാംഗഡ് ജില്ലയിൽ റാഞ്ചിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ രാജറപ്പയിലാണ് മാ ചിന്നമസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശക്തിയുപാസകരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ഭൈരവി നദിയും ദാമോദർ നദിയും സംഗമിക്കുന്ന അതിപുണ്യ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നദീസംഗമം താന്ത്രിക പരമ്പരയിൽ അതീവ ശക്തിയുള്ള സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ദശമഹാവിദ്യയിൽ ഒരാളായ ചിന്നമസ്ത ദേവിയാണ് ഇവിടുത്തെ മുഖ്യ ആരാധന. ഐതിഹ്യമനുസരിച്ച് അസുരസംഹാരത്തിനു ശേഷം ദേവിയുടെ അനുചരികളായ ഡാകിനിയും വർണ്ണിനിയും അത്യന്തം വിശപ്പോടെ ആഹാരം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വിശപ്പകറ്റാനായി ദേവി സ്വന്തം ശിരസ് ഛേദിക്കുകയും ഒഴുകിയ രക്തം അവർക്ക് പാനീയമാക്കുകയും ചെയ്തു. അങ്ങനെ ചിന്നമസ്ത എന്ന നാമം ദേവിക്ക് ലഭിച്ചു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ സ്വന്തം ശിരസ് സ്വയം ഛേദിച്ച് കഴുത്തിൽ നിന്നും ഒഴുകുന്ന രക്തധാരകൾ തൻ്റെ 2 സഹചാരണികൾക്കും ഒപ്പം തൻ്റെ ഛേദിച്ച ശിരസ്സിനും നൽകുന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ത്യാഗത്തിൻ്റെയും ആത്മജ്ഞാനത്തിൻ്റെയും ജീവശക്തിയുടെയും പ്രതീകമായാണ് ഈ ദിവ്യരൂപം വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാമദേവൻ്റെയും രതിദേവിയുടെ മേൽ നിലകൊള്ളുന്ന ദേവിയുടെ രൂപം ഭൗതിക ആഗ്രഹങ്ങളെ അതിജീവിക്കുന്ന ആത്മീയ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടോടെ ചിന്നമസ്ത ആരാധനയുടെ പ്രധാന കേന്ദ്രമായി ഈ ക്ഷേത്രം പ്രശസ്തമായിരുന്നുവെങ്കിലും അതിനും വളരെ മുമ്പ് മുതൽ ഈ സ്ഥലം ആദിവാസി സമൂഹങ്ങളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു. ചിന്നമസ്ത ദേവിയായി ഇവിടെ ആരാധിക്കപ്പെടുന്നത് അഷ്ടധാതു അഥവാ 8 ലോഹങ്ങളുടെ മിശ്രിത കവചം കൊണ്ട് പൊതിഞ്ഞ ഒരു പ്രകൃതിദത്ത ശിലാരൂപമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ബീഹാർ, ബംഗാൾ, അസം, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തിച്ചേർന്നു. ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയും കലാശൈലിയും അസമിലെ പ്രശസ്തമായ കാമാഖ്യ ക്ഷേത്രത്തോട് സാമ്യമുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരം ഇന്നും തുടർന്നു പോരുന്ന മൃഗബലിയാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും കാളി പൂജ ദിവസങ്ങളിലും മൃഗബലി നടക്കുന്നു. പ്രധാനമായും ആടുകളെയാണ് ബലിയർപ്പിക്കുന്നത്. ജനുവരി മാസത്തിലെ മകരസംക്രാന്തിയും വിജയദശമിയുമാണ് ഇവിടെ പ്രധാനമായും ആഘോഷിക്കപ്പെടുന്നത്. ഭക്തർ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി ക്ഷേത്രശിലയിൽ ചുവന്ന നൂൽ കെട്ടുന്ന പതിവും നിലനിൽക്കുന്നു. പൗർണമി, അമാവാസി തുടങ്ങിയ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അത്യപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായി അഷ്ടമാതൃക്കൾ, ദക്ഷിണകാളി തുടങ്ങിയ ഉപക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ദശമഹാവിദ്യകളിൽപ്പെട്ട താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ബഹളാമുഖി, കമല, മാതങ്കി, ധൂമാവതി എന്നിവരുടെ ക്ഷേത്രങ്ങളും സമീപത്ത് നിരനിരയായി കാണപ്പെടുന്നു. അഹങ്കാരത്തെ മുറിച്ചു മാറ്റി ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ശക്തിയുടെ പ്രതീകമാണ് ചിന്നമസ്ത ദേവി. അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ.